എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ ഫ്രൈ. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു ഐറ്റമാണ്. കൂടെ മുരിങ്ങക്കായും ചക്കക്കുരുവിൻ്റെ കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഉണക്ക ചെമ്മീൻ്റെ ഫ്രൈ കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എന്നാൽ നമുക്ക് അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് പരിപ്പ് എടുക്കുക. പരിപ്പ് വളരെ കുറച്ച് മതി. തേങ്ങ അരച്ചുള്ള കറി ആയതുകൊണ്ട് പരിപ്പ് കുറച്ച് ചേർത്താൽ മതി. അതിലേക്ക് 2 തക്കാളി, 3 പച്ചമുളക് ഇവയെല്ലാം ചെറുതാക്കി അരിയുക. ആവശ്യത്തിന് ചക്കക്കുരു കൂടി ചേർക്കാം. പിന്നീട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂൺ മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. പച്ചക്കറിക്ക് സാധാരണ ഞാൻ വളരെ കുറച്ച് മുളകേ ചേർക്കാറുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് അരപ്പിനാവശ്യമായ തേങ്ങയും എടുത്ത് ഒരു 3-4 സ്പൂൺ തേങ്ങ, അതിലേക്ക് വളരെ കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും 3-4 ചെറിയുള്ളി ഇവയെല്ലാം ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം തന്നെ മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പരിപ്പും ചക്കക്കുരും വേവിക്കുന്ന സമയത്ത് സാധാരണ ഞാൻ മുരിങ്ങക്കായ ചേർക്കാറില്ല. മുരിങ്ങക്കായ അടിഞ്ഞു പോവാതിരിക്കാനാണ് പിന്നീട് ചേർക്കുന്നത്. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. കുക്കർ നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് തന്നെ ചെമ്മീൻ ഫ്രൈക്ക് ആവശ്യമായ ചെറിയുള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം എടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് കുത്തിയെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതായിരിക്കും ഈ ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് പരിപ്പൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് വീണ്ടും ഒരു വിസിൽ വരുന്നവരെ വയ്ക്കാം. ആ സമയം തന്നെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പിന്നീട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അല്പം ഇഞ്ചി കൂടി കുറച്ചുകൂടി ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. ഇത് നന്നായി ഫ്രൈ ആയതിന് ശേഷം ചെറിയ കഷ്ണം തക്കാളി, ഒരു 1/2 മതി, ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ്. അത് നന്നായി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. അല്പം വെള്ളവും ഒഴിക്കാം. എന്നിട്ട് 2 പച്ചമുളകും ചേർത്ത് മൂടി വയ്ക്കാം. മൂടി വെച്ച് കുറച്ചുകൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെമ്മീൻ ഫ്രൈ വളരെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് നോക്കാം. അപ്പം കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഒട്ടും അടിഞ്ഞു പോയിട്ടില്ല. വീണ്ടും ചെറുതായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് അരച്ച തേങ്ങ ചേർക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. പിന്നീട് കറിയിൽ വറവിടാനായി ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വറവിട്ടെടുക്കാം. നമുക്ക് വറവിടാം. വറവിട്ടതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇന്നത്തെ ഊണ് തയ്യാറായിട്ടുണ്ട്. ഈ കറിയും ചെമ്മീൻ ഫ്രൈയും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.